നമസ്കാരം. കണ്ടതും കാണേണ്ടതും പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട്ടിലെ വനമേഖല കുറച്ചു മാസങ്ങളായി അസ്വസ്ഥമായിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിൽ മറ്റു ചിലർ താവളമാക്കുന്നു. മാവോയിസ്റ്റുകളെന്ന് പറയപ്പെടുന്ന ഇവരെ നാട്ടുകാരിൽ പലരും കണ്ടിട്ടുണ്ടെങ്കിലും പോലീസിന് ഇതുവരെ ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവരുടെ ലക്ഷ്യമെന്താണ്? ഇതേക്കുറിച്ചാണ് ഈ ആഴ്ച കണ്ടതും കാണേണ്ടതും പരിപാടി ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതാനും മാസങ്ങളായി വയനാട്ടിൽ മാവോയിസ്റ്റുകൾ പിടിമുറുക്കിയിരിക്കുകയാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലുള്ളവർ ആയുധധാരികളായവരെ കണ്ടെത്തിയത് പോലീസിനും തലവേദന സൃഷ്ടിക്കുകയാണ്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ 6-7 പേരും മലയാളികളായ ചുരുക്കം ചിലരുമടക്കം 20-ൽ താഴെ പേർ മാത്രമാണ് ഈ സംഘത്തിലുള്ളതെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. സംഘത്തിലെ ചില മലയാളികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറയുന്നു. പോലീസ് പറയും പ്രകാരമെങ്കിൽ വനത്തിലൂടെ മാത്രമാണ് സംഘം സഞ്ചരിക്കുന്നത്. തിരുനെല്ലി, കുഞ്ഞോം, തരിയോട്, കരിങ്കണ്ണി, മുണ്ടക്കൈ, ചെമ്പ്ര തുടങ്ങിയ പ്രദേശങ്ങളിലെ വനപാതകൾ വഴിയാണ് സംഘത്തിന്റെ സഞ്ചാരം. കഴിഞ്ഞ ഓഗസ്റ്റ് 31-നാണ് വെള്ളമുണ്ടയ്ക്ക് സമീപമുള്ള കുഞ്ഞോം വനത്തിൽ ആദിവാസികൾ തോക്കുധാരികളായ 4 പേരെ കാണുന്നത്. ഈ വിവരം ആദിവാസികൾ പുറം ലോകത്തെ അറിയിക്കുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷം. അങ്ങനെ സെപ്റ്റംബർ 15-ന് പോലീസിന്റെയും തണ്ടർബോൾട്ടിന്റെയും സംയുക്ത സേന കുഞ്ഞോം വനം അരിച്ചുപെറുക്കിയുള്ള പരിശോധന നടത്തി. തരിയോടെ കരിങ്കണ്ണി കാട്ടുനായ്ക്ക കോളനിയിൽ തോക്കുധാരികളായ 7 പേരാണ് എത്തിയത്. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അയക്കും. പക്ഷെ പിന്നെ അടുത്ത് വരുമ്പോഴാണ് തിരിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവർക്ക് ആയുധങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ മുഖപരിചയമുള്ള ഒരു ആളും ഇല്ലായിരുന്നു. അപ്പൊ മുറ്റത്തെ കയറുമ്പോൾ തന്നെ അയാൾ പറഞ്ഞ് നിങ്ങളാണല്ലോ കേക്ക പോകാൻ സഖാവുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഞാൻ ചൂരടെ തന്നെ വെച്ച് നിങ്ങളെവിടുന്ന് വരുന്ന ചോദിച്ചു. ഞങ്ങളിങ്ങനെ വനത്തിലുള്ളത്, ഞങ്ങളെ കുറിച്ച് ഇപ്പം വലിയ ഇതൊന്നുമില്ല, ഞങ്ങൾ മാവോയിസ്റ്റ് തീവ്രവാദികളെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പോലത്തെ കോളനിക്ക് എതിർത്ത് കോളനിക്കാരെ ഒന്നും ചെയ്യില്ല. നമ്മൾ പുറത്തുള്ള വലിയ വലിയ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ആൾക്കാരെ എതിർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കാട്ടിലിങ്ങനെ ഒളിത്താവളായി നിൽക്കുന്നത്. ഇവിടെ നിന്നും ഭക്ഷണം ആവശ്യപ്പെടുകയും അരിയും മറ്റും തട്ടിയെടുക്കുകയും ചെയ്തു. ലാരം വിളിച്ചു കൂട്ടണം പറഞ്ഞു. ലാരം വിളിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് ഞങ്ങൾക്കൊരു മീറ്റിംഗ് കൂട്ടണമെന്ന് പറഞ്ഞവര് ഞങ്ങളോട്. ഞങ്ങൾ അതുപോലെ അവര് പറഞ്ഞതൊക്കെ ഞങ്ങൾ ചെയ്തു. എന്നിട്ട് ഇവിടെയാണ് വന്നിട്ട് ഇവിടെ മൂപ്പന്റെ വീടാന്ന് പറഞ്ഞപ്പോ ഇവിടേക്ക് വരാൻ പറഞ്ഞു. എല്ലാരും ഇവിടെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് അവരെല്ലാം പറഞ്ഞിട്ട് അവര് പിന്നെ താഴോട്ട് ഇറങ്ങി വന്നു എന്റെ വീട്ടിലേക്ക്. അവര് പറഞ്ഞു ഇവരൊക്കെ ഭീഷണിപ്പെടുത്തിന്ന്, അവർക്ക് അരിയൊന്നും കൊടുത്തില്ലെങ്കിൽ എല്ലാരും ചുട്ടു കൊല്ലുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പോയത്. അവര് അരി കൊണ്ടുപോയി എല്ലാവരും അരിയൊക്കെ കൊടുത്തു, ഉപ്പ് കൊടുത്തു, പിന്നെ ചായപ്പൊടി ഒക്കെ കൊടുത്തു. പശ്ചിമഘട്ട മാവോയിസ്റ്റുകളെന്ന് രേഖപ്പെടുത്തിയ നോട്ടീസുകൾ കൈമാറുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഇവിടെയും തിരച്ചിൽ നടത്താൻ പോലീസ് സംഘമെത്തി. ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ പോലീസ് എത്തും മുൻപേ സംഘം അപ്രത്യക്ഷമാകും. വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ചെമ്പ്രമലയിൽ നിന്നും 4 പേർ രാത്രിയിൽ ഇറങ്ങി വരുന്നത് കണ്ടെന്ന വിവരത്തെ തുടർന്നും പ്രതികൂല കാലാവസ്ഥ പോലും അതിജീവിച്ച് പോലീസ് തിരച്ചിൽ നടത്തി. ഞാനിങ്ങനെ ചപ്പൂട്ടതിൻ്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു മേലെ കാട്ടുന്ന ഒരു ടോർച്ചടി കണ്ടു.
ഈ ടോർച്ചടി സാധാരണ ടോർച്ച് പോലെ നല്ല പവറിൻ്റെ ടോർച്ചല്ല, സാധാരണ ലൈറ്റുള്ള ടോർച്ച് പോലെ ടോർച്ചാണ്. അങ്ങനെ കുറേ നേരം ശ്രദ്ധിച്ചു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി. ആ സമയത്ത് ആരും കൊണ്ട് പോകില്ല, നല്ല കനത്ത മഴയാണ്. ആ സമയത്ത് ഈ ഇവിടെ പൊതുവെ നിൽക്കാൻ പ്രയാസപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ വീണ്ടും ഇവിടെ ഉള്ളൊരു മാധവൻ നല്ലൊരു അന്വേഷിച്ച് ഓൻ വന്ന സമയത്ത് ഓരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഞാൻ ഇവിടെ ടോർച്ചടി കാണുന്നുണ്ടെങ്കിൽ നോക്കണം. വീണ്ടും ഞങ്ങൾ വെളിച്ചം കണ്ടപ്പോൾ കുറച്ച് നേരത്തിന് തന്നെ വെളിച്ചം കണ്ടില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ശ്രദ്ധിച്ച് ലൈറ്റ് അടിക്കാതെ തന്നെ ശ്രദ്ധിച്ച് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ താഴെ പോയി മനോഹരനെ വിളിച്ച് ഇവിടെ വന്നപ്പം പിന്നെ താഴോട്ട് വിളിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക, റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെയാണ് ഫോറസ്റ്റിനെ വിളിച്ചു പറഞ്ഞു. ഫോറസ്റ്റ് വന്ന് കഴിഞ്ഞ് ഫോറസ്റ്റും വെളിച്ചം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഓഫീസിനവിടെ വണ്ടി നിർത്തി, അവർ വെളിച്ചം കണ്ടു. പക്ഷേ അങ്ങോട്ട് അടുക്കാനൊരു പ്രയാസം പോലെ തോന്നിയിട്ടാണ് കുറച്ച് നേരം നിന്നത്. കാരണം ആദ്യം പറഞ്ഞു, മനോഹരൻ പറഞ്ഞു ഞാൻ കണ്ടു 5 പേരെ കണ്ടു, അവർ 5 പേരും പട്ടാളവേഷത്തിലാണ് ഉണ്ടായിരുന്നു എന്ന് മനോഹരൻ പറഞ്ഞുകൊണ്ട് പിന്നെ പോലീസ് ആവശ്യം പോലീസ് വന്ന് അവർ 10-12 സമയമായിരുന്നു ഇവിടെയൊക്കെ കറങ്ങി. ആ സമയത്ത് ഇത് വിളിച്ചു കണ്ടു. പിന്നെ അങ്ങോട്ട് പോയി കണ്ടില്ല. എന്നാൽ സംഘം മാവോയിസ്റ്റുകളല്ലെന്ന നിലപാടിൽ പോലീസ് എത്തുകയായിരുന്നു. മുണ്ടക്കൈയിലെ ചില വീടുകളിലെത്തിയത് മാവോയിസ്റ്റുകൾ തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. തൊട്ടാലൊന്നും അറിയില്ല, ആകെ അറിയുന്ന കുറഞ്ഞ സ്ഥലം മാത്രം. സാമ്പത്തിക പ്രയാസം കൊണ്ട് ഇടയ്ക്ക് വെച്ച ചികിത്സ നിന്ന് പോകും. സന്മനസ്സുള്ള മാന്യവ്യക്തികൾ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മാസം ഒരു 3000 റുപ്യൻ്റെ അടുത്ത് വേണ്ടി വരും. പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം 3-4 മാസമായിട്ട് നിർത്തി വെച്ചിട്ടുള്ളത്. ശരീരത്തെ മസിലുകൾ കംപ്ലീറ്റ് ശോഷിച്ചിട്ട് നടക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തും. ഇവരെ സഹായിക്കാൻ നമുക്ക് ഒരുമിച്ച് ചേരാം. അശരണരായ രോഗികൾക്കായി കാരുണ്യസ്പർശം. ഈ അടുത്ത ദിവസം മുണ്ടക്കൈയിലുണ്ടായ സംഭവം പോലീസിനെ അത്ര വേഗം തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. മുണ്ടക്കൈ വനത്തിൽ നിന്നും ഇറങ്ങി വന്ന സംഘം വനറാണി എസ്റ്റേറ്റ് പരിസരത്തെ അപ്പച്ചന്റെ വീട്ടിലാണ് ആദ്യമെത്തിയത്. പ്രത്യേക യൂണിഫോം ധരിച്ച 7 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഭക്ഷണം ആവശ്യപ്പെടുകയും അരി ഉൾപ്പെടെ തട്ടിയെടുക്കുകയും ചെയ്തു. വൈകിട്ട് 5:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പച്ചന്റെ മകൾ തന്നെയാണ് ഈ വിവരം പോലീസിൽ അറിയിച്ചത്. ഒരു 7:15 ആയപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിൽ തോക്കുധാരികളായ 10-12 പേരുണ്ടെന്നാണ് പറയുന്നത്. അവിടെ 7 പേരാണ് ഉള്ളിലേക്ക് കയറിയത്. അവർ ആഹാര സാധനങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് അവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് അവർ തന്നെ നേരിട്ട് അടുക്കളയിൽ കയറി പാചകം ചെയ്ത് വെച്ചിരുന്ന കുറേ ആഹാരം ഉണ്ടായിരുന്നതും പിന്നെ അരി ചാക്കുകൾ, ഒരു 25 കിലോ അരി പാക്കറ്റ് ഉണ്ട്, അതെടുത്തു. മറ്റ് കറി സാധനങ്ങൾ, കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ആട്ട, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തു. എന്നിട്ട് പോകാൻ നേരത്തെ ഒരു നോട്ടീസ് അവിടെ കൊടുത്തിട്ട് പോയി, ഇത് വായിച്ചിട്ട് കത്തിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് പോയി. അപ്പം ഞങ്ങളുടെ അവിടെ വരുന്നതിന് മുമ്പ് ഒരു 6:30 ആയപ്പോഴത്തേന് ഞങ്ങളുടെ തോട്ടത്തിന് അടുത്തുള്ള അപ്പഞ്ചേട്ടൻ്റെ അവിടെ ചെന്നിരുന്നു. അവിടെ ചെന്നിട്ട് കടുങ്കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ഞങ്ങളുടെ തോട്ടത്തിലേക്ക് വന്നത്. അപ്പോൾ അവരവിടുന്ന് 6:30 പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ 7:30 പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോഴത്തേന് അവിടുന്ന് അവർ നേരത്തെ DYSPയും സർക്കിളും SI എല്ലാം കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, തോട്ടത്തിൽ പോയിരുന്നു. മേപ്പാടിയിൽ നിന്നും പോലീസിന് ഈ പ്രദേശത്തെത്താൻ ചുരുങ്ങിയത് 45 മിനിറ്റെങ്കിലും വേണം. പോലീസ് മുണ്ടക്കൈയിൽ എത്തും മുൻപേ വനറാണി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ 11 അംഗ സംഘമെത്തി. ഇവിടെ നിന്നും തോക്ക് ചൂണ്ടി പാകം ചെയ്തു വെച്ച ഭക്ഷണം ഉൾപ്പെടെ തട്ടിയെടുത്തു. പോലീസിൽ വിവരമറിയിച്ചാൽ കൊന്നുകളയുമെന്നുള്ള ഭീഷണിയും. ഒരു 5-6 ആൾക്കാർ ഇവിടെ കയറി വന്നു. ഇവിടെ ഉമ്മർത്ത് ഇവിടെ കയറി വന്നു. അപ്പോൾ പിന്നെ വന്നപ്പോൾ അവിടുന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഒച്ച കേട്ടിട്ട് ഞങ്ങളിവിടെ വന്നു. വന്നപ്പോൾ പിന്നെ അവിടുന്ന് വന്നിട്ട് അവർ ഇവിടെ കയറി നിന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളെ
അറിയുമോ വെച്ചാൽ അപ്പോൾ ഞങ്ങളറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ CPI ML പിന്നെ മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം അതിൻ്റെ അകത്തൊക്കെ കൂടി അങ്ങനെ കയറി അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അരി വേണമെന്നാണ്. കാരണം നമ്മളിവിടെ അരി ഉണ്ടാവില്ല, മാനയിൽ പിന്നെ സ്റ്റോർ റൂമൊക്കെ ലോക്കാക്കി പോയതാണ്, അരി ഇല്ലാതാണ്. അങ്ങനെ അവർ അടുക്കളയിൽ കയറി, ആ റൂമിൽ കൂടെ വന്ന് അടുക്കളയിലൊക്കെ വന്ന് അവിടെ ഇപ്പോൾ കുറച്ച് ചോറുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു. ആ ചോറ് കുറച്ച് ഇഡ്ഡലി അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവർ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പെട്ടിയിൽ അരി ഉണ്ടായിരുന്നു, അതിന്നൊരു ചാക്ക് അരി എടുത്തു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ എടുത്ത് അത് കഴിഞ്ഞിട്ട് അവർ പോവാന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു. നിങ്ങൾ പേടിച്ചോ ശരിക്കും? പിന്നെ ഞങ്ങൾ പേടിക്കാൻ വെക്കുമോ, ഇവരെല്ലാവരും തോക്കല്ലേ, എല്ലാവരും തോക്കാണ്. ഒരു പെണ്ണും ഉണ്ടായിരുന്നു, ഒരു പെണ്ണേ ഉള്ളൂ. എല്ലായിടത്തും തോക്കും തൂക്കി, ഒരാളടുത്ത് വലിയ റൈഫിൾ പോലത്തെ സാധനം ഉണ്ടായിരുന്നു. രാത്രിയിൽ തന്നെ കൽപ്പറ്റ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയെങ്കിലും വനത്തിൽ തിരച്ചിൽ നടത്തുക പ്രായോഗികമല്ലാത്തതു കാരണത്താൽ തിരിച്ചു പോവുകയായിരുന്നു. രാവിലെ പല സംഘങ്ങളായി എത്തിയ പോലീസ് സംയുക്തമായി മണിക്കൂറുകളോളം വനത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തമിഴ്നാട് പോലീസും കേരള പോലീസിനെ സഹായിക്കാൻ എത്തിയിരുന്നു. മുണ്ടക്കൈ കേന്ദ്രീകരിച്ചു തന്നെ ദിവസങ്ങൾ നീണ്ടുനിന്ന പരിശോധന നടത്തി. മുണ്ടക്കൈയിൽ എത്തിയ സംഘത്തിലെ 4 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. സംഘത്തിൽ ഷിനോജ് എന്ന മലയാളിയുമുള്ളതായി പോലീസ് പറയുന്നു. വയനാട്ടിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബ്ലാക്ക്മാൻ കഥയെ വെല്ലുന്ന തരത്തിൽ മാവോയിസ്റ്റ് കഥകൾ പ്രചരിക്കുമ്പോൾ പോലീസിന് ഒരിടത്തു നിന്നും ഈ സംഘത്തെ നേരിൽ കണ്ടെത്താനോ പിടികൂടുവാനോ കഴിഞ്ഞിട്ടില്ല. വനം വകുപ്പിന് ആധുനിക സംവിധാനങ്ങളില്ലാത്തത് മാവോയിസ്റ്റുകളെ പിടികൂടുന്നതിന് പലപ്പോഴും തടസ്സമാകുന്നതായി ഇവർ തന്നെ വ്യക്തമാക്കുന്നു. ഇവരുടെ താവളം കണ്ടെത്താൻ നമ്മുടെ സേന എന്തൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക? നമുക്ക് കാത്തിരുന്നു കാണാം. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.